കൂട്ടുകാരെ, നമുക്കിന്ന് ഹിന്ദിക്കാർ ഉണ്ടാക്കുന്ന അവല് കൊണ്ടുള്ള പൊഹ ഉണ്ടാക്കാം. നമുക്കിവിടെ ഉപ്പുമാവെന്നും വിളിക്കാം. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഞാൻ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് 2 കപ്പ് അവലാണ്. അത് 200 ഗ്രാം ഉണ്ടാവും. നമ്മുടെ സാധാ നെല്ലുകുത്തരിയുടെ അവലാണ് എടുത്തിട്ടുള്ളത്. ഏത് അവല് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ആദ്യം ഈ അവലൊന്ന് കുതിർത്തിയെടുക്കാം. ഈ പാത്രത്തിലേക്ക് കൊട്ടാം. ഇതിന് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള ലേശം കടല പൊരിച്ചെടുക്കാം. നമുക്കിനി ആദ്യം കത്തിച്ചു കൊടുക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തത് ഒരു 50 ഗ്രാം കടലയാണ്. അര കപ്പ് കടല. 50 ഗ്രാം കടല അളന്ന് നോക്കുമ്പോൾ അര കപ്പ് കടല ഉണ്ടാവും. ഇനി നന്നായിട്ട് പൊരിഞ്ഞ് നല്ല കളറൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കാതിരിക്കരുത്, ഒരു വശത്ത് മാത്രം കരിയും. കടല കണ്ടില്ലേ, കടുപിടുന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് നല്ല ബ്രൗൺ കളറായി വരട്ടെ. അങ്ങനെ നമ്മുടെ കടലയൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. കടലയൊക്കെ നമുക്ക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നോട്ട്. ആ ചട്ടിയിൽ തന്നെ ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കൊരു അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങോട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇച്ചിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നീളത്തിലുള്ള പച്ചമുളകാണ്, അതാണ് ഒരെണ്ണം. അത് തോനായത്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിവിടെ മീഡിയം സൈസിലെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടട്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഞാനിവിടെ മീഡിയം സൈസിൽ ഒരു ഉരുളക്കിഴങ്ങ് നല്ല കനം കുറച്ച് നീളത്തിൽ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചപ്പട്ടാണി 1 കപ്പാണ്. ഇത് നല്ല ചള്ളാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ചെറിയ തീയിൽ വേണം വേവിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ. ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസൊക്കെ വെന്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് വെന്തോണ്ട് നോക്കാൻ ഇതിൽ ഒരെണ്ണം എടുത്തിട്ട് ഈ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഒന്ന് നെക്കിയാൽ മതി. കണ്ടില്ലേ, ഈ വെന്തിട്ടില്ലെങ്കിൽ പെട്ടെന്നിങ്ങനെ മുറിയില്ല. വെന്തത് കൊണ്ടാണ് പെട്ടെന്നിങ്ങനെ മുറിഞ്ഞത്. ഇനി നമുക്കിതിലേക്ക് ലേശം മസാല ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം.
അതൊന്ന് നമുക്ക് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് ഇതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിൽ അവലിടാനുള്ളതാണ്, അതിൻ്റെയും കൂടി അളവ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി മസാലയുള്ള പച്ചമണമൊക്കെ ഒന്ന് മാറി ഉപ്പൊക്കെ ഒന്ന് നല്ല മിക്സായി വരട്ടെ. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കുതിർത്താൻ വെച്ച അവലിട്ട് കൊടുക്കാം. കണ്ടില്ലേ, നമ്മൾ കുതിർത്താൻ വെച്ച അവൽ കണ്ടില്ലേ, എല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു ചെറുനാരങ്ങയുടെ നീരാണ്, അതുകൂടി ഒഴിച്ചു കൊടുക്കുക. ഒരു മീഡിയം വലിപ്പത്തിൽ നാരങ്ങയുടെ നീരാണ് കേട്ടോ. ഇനി ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതൊക്കെ പാടൊന്ന് മിക്സാക്കി എടുക്കാം. അവലൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ, അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് ചില മക്കൾക്ക് റവയിൽ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടില്ല. ഈ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്ത് നോക്കിയിട്ടോ, എല്ലാവർക്കും മക്കൾക്കും ഇഷ്ടപ്പെടും. ഉപ്പുമാവ് തിന്നാത്തവരും ഈ ഉപ്പുമാവ് തിന്നും. ഇപ്പോൾ നമ്മുടെ അവലൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിൽ ലേശം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതാ, മല്ലിച്ചപ്പിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പൊരിച്ചു വെച്ച കടലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഇളക്കാം. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇറക്കി വെക്കാം. എടാ മോനെ, ഇതൊന്ന് വന്ന് തിന്നു നോക്കിയേ. നോക്കട്ടെ. ദാ സ്പൂണ്. രസണ്ടാ? ഇതാണ് ഇന്ത്യക്കാരുള്ള പൊഹ ഉപ്പുമാവ് എന്ന് വെച്ചാ അവല് കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവ്. പൊഹ പറയണ അവല് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്.